ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 23.20 കോടി രൂപയുടെ ലാഭമുണ്ടായിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുമ്പ് അമേരിക്കയിലേക്ക് പോകാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. അതുല്യ രാമേന്ദ്രൻ ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നൽകുന്നു. അതായത് ചൈനയുമായിട്ടുള്ള വ്യാപാര കരാർ ധാരണയിലെത്തിയതായിട്ടാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത്. ചൈനയ്ക്ക് മേലുള്ള തീരുവ 57% നിന്ന് 47% കുറയ്ക്കുമെന്ന് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ച പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാർ ധാരണയിലെത്തി എന്ന് അമേരിക്ക പറയുമ്പോൾ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ഒരുമയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ? അതടക്കമുള്ള കാര്യങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് നിരീക്ഷിക്കുക? അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ നൽകുന്നു. ബനീഷ്, 6 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഏറെക്കാലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തീരുവ തർക്കങ്ങൾ, അതുപോലെ തന്നെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കൂടിക്കാഴ്ച 1 മണിക്കൂറും 40 മിനിറ്റും നീണ്ട കൂടിക്കാഴ്ച അടച്ചിട്ട മുറിക്കുള്ളിലാണ് നടന്നത്. കൂടിക്കാഴ്ചയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടായില്ല. മറിച്ച് കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള യാത്രാ വിമാനത്തിൽ കയറവേ മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈനയ്ക്ക് മേൽ 20% കൂട്ടിയിരുന്ന തീരുവ 10% കുറയ്ക്കുകയും 57% മൊത്ത തീരുവ എന്നുള്ളതിൽ നിന്ന് 47% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ഒരു വ്യാപാര തർക്കവുമായി ബന്ധപ്പെട്ട് നവംബർ 1 മുതൽ ഈ ചൈനയ്ക്ക് മേലുള്ള തീരുവ 155% വരെ ഉയർത്തും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള റയർ എർത്ത് മെറ്റൽസ് അഥവാ അപൂർവ ഭൗമ ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ലോഹങ്ങളുടെ ഖനനം ഏറ്റവും അധികം നടത്തുന്നത് ചൈനയാണ്. ഈ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ചൈന കൊണ്ടുവന്നത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ആ ഒരു സമയത്തും അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നതായിരുന്നു ഫെന്റനൈൽ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഈ ഫെന്റനൈൽ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളുടെ ഒഴുക്ക് ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് തടയാൻ ചൈന തന്നെ ഇടപെടണം എന്ന രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് തീരുവ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ട്രംപ് പോയത്. അപ്പോൾ ഈ ഫെന്റനൈലിനുള്ള ഒഴുക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ അപൂർവ ലോഹങ്ങളുടെ തീരുവ കയറ്റുമതിയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവംബർ 1 ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ 155% വരെ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ 2 പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഫെന്റനൈൽ എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളുടെ ഒഴുക്ക് തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് ഷീ ജിൻപിങ് ഉറപ്പ് നൽകിയതായി ട്രംപ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ അപൂർവ ഭൗമ ലോഹങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും അതിൽ ഇളവ് കൊണ്ടുവരികയും ചെയ്യും എന്നും ഷീ ജിൻപിങ് ഉറപ്പ് നൽകിയതായി പറഞ്ഞിട്ടുണ്ട്. ഈ അപൂർവ ഭൗമ ലോഹങ്ങളുടെ ഖനനവും കയറ്റുമതിയും സംബന്ധിച്ച 1 വർഷത്തേക്കുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിൽ ഈ കരാർ 1 വർഷത്തേക്ക് മാത്രമുള്ളതാണ് എങ്കിലും വേണമെങ്കിൽ അത് വരും വർഷങ്ങളിലേക്ക് നീട്ടി ഒരു പഞ്ചവത്സര കരാറാക്കി മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നും ട്രംപ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വ്യാപാര കരാറിൽ അധികം വൈകാതെ തന്നെ ഒപ്പുവെക്കുന്നതിനുള്ള സാധ്യത കാണുന്നു എന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ പരസ്പരം ഇനി രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്താനുള്ള സാധ്യതയും ട്രംപ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ അദ്ദേഹം ചൈന സന്ദർശിച്ചേക്കും. അദ്ദേഹത്തിന്റെ ചൈന സന്ദർശനത്തിന് ശേഷം ഷീ ജിൻപിങ് അമേരിക്ക സന്ദർശിക്കും എന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി നിലനിന്നിരുന്ന ഈ വ്യാപാര തർക്കങ്ങൾ, അതുപോലെ തന്നെ തീരുവ സംബന്ധിച്ച തർക്കങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഒരു താൽക്കാലികമായെങ്കിലും ഒരു അവസാനമായിരിക്കുകയാണ്. അമേരിക്കയെ ഏറ്റവും പ്രധാനമായും അലട്ടിയിരുന്ന റയർ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ അപൂർവ ഭൗമ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ, അവയിൽ കൊണ്ടുവന്ന ഇളവുകൾ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. US പ്രതിരോധ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ അപൂർവ ലോഹങ്ങൾ എന്ന് പറയുന്നത്.
പറഞ്ഞത്. അമേരിക്കയുടെ അഭിമാനമായി കണക്കാക്കുന്ന F-35 യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ മിസൈലുകൾ, റഡാറുകൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ, ഇവയിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ അപൂർവ ഭൗമലോഹങ്ങൾ. അവയുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണം US-ന്റെ പ്രതിരോധ രംഗത്തെ വളരെയധികം ബാധിക്കുമെന്ന് പ്രതിരോധ വകുപ്പ് സെക്രട്ടറി അടക്കം ഒരു സമയത്ത് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ എത്തിയിട്ടുള്ളത്. ഒരു വർഷത്തേക്കുള്ള ഈ കരാർ എന്തായാലും നീട്ടാൻ തന്നെയാണ് സാധ്യത. ബനേഷ്, ശരി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ച പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാർ ധാരണയിലെത്തിയതായി അമേരിക്ക സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അതുല്യ രാമേന്ദ്രൻ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്